വെൽക്കം ടു ഐ+ ഡെയിലി കറണ്ട് അഫയേഴ്സ്. ഇന്ന് 2026 മെയ് 13. ഇന്നത്തെ പ്രധാന ആനുകാലിക സംഭവങ്ങൾ നോക്കാം. സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ താലൂക്ക് കോടതികൾ എന്നിവിടങ്ങളിലെ ജുഡീഷ്യൽ രേഖകൾ ഡിജിറ്റൽ രീതിയിൽ സംയോജിപ്പിക്കുന്നതിനായി സുപ്രീം കോടതി വൺ കേസ് വൺ ഡേറ്റ സംരംഭം ആരംഭിച്ചു. ഏകീകൃത ഡിജിറ്റൽ സംവിധാനത്തിലൂടെ കേസ് ട്രാക്കിംഗ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ തുടങ്ങിയവ മെച്ചപ്പെടുത്തുന്നതിനാണ് പരിഷ്കാരം ലക്ഷ്യമിടുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മ തുടർച്ചയായി രണ്ടാം തവണയും അസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2016 ശേഷമുള്ള NDA സർക്കാരുകളുടെ തുടർച്ചയായ മൂന്നാമത്തെ വിജയമാണിത്. അസം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ NDA സഖ്യം 3-2 ഭൂരിപക്ഷം നേടിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. രഞ്ജിത് കുമാർ ദാസ് ആണ് പുതിയ നിയമസഭാ സ്പീക്കർ. കൃഷി, പോഷകാഹാരം, ആരോഗ്യ സംരക്ഷണം എന്നിവയെ ഒരു ഏകീകൃത ദേശീയ തന്ത്രത്തിലേക്ക് ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ന്യൂഡൽഹിയിൽ സെഹാത് മിഷൻ ആരംഭിച്ചു. രോഗചികിത്സാ മാതൃകയിൽ നിന്ന് പ്രതിരോധ പോഷകാഹാര അധിഷ്ഠിത ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലേക്ക് ഇന്ത്യയെ മാറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ICAR-ന്റെയും ICMR-ന്റെയും സംയുക്ത സംരംഭമാണ് ഈ മിഷൻ. ഡെയിലി കറണ്ട് അഫയേഴ്സ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.